ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ എൽദോ അച്ഛൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അനുഗ്രഹീതമായ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് പ്രവേശിപ്പാൻ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങുകയാണ്. ഈ നോമ്പിൻ്റെ നാളുകൾ ഏറെ അനുഗ്രഹമാകുവാൻ തക്കവണ്ണം നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സുബക്കോനോ ശുശ്രൂഷ. സുബക്കോനോ എന്നാൽ അനുരഞ്ജനം അഥവാ നിരപ്പ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയിൽ കൂടിയാണ് നമ്മൾ പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച വാങ്ങിപ്പോയ നമ്മെ വഴി നടത്തിയ എല്ലാ പിതാക്കന്മാരെയും സഭയെ നയിച്ച ഇടയന്മാരെയും നമ്മൾ അനുസ്മരിച്ചു. അത് കഴിഞ്ഞ ആഴ്ച വാങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും നമ്മൾ അനുസ്മരിച്ചു. പിന്നീട് സുബക്കോനോയുടെ ശുശ്രൂഷയിലൂടെ നമ്മൾ ജീവനുള്ള നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ സ്നേഹിതരോട്, നമ്മുടെ മാതാപിതാക്കളോട് എല്ലാവരോടും നമ്മൾ നിരപ്പായ ശേഷം നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നിരപ്പ് എന്ന വാക്കിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ആധാരമായി തിരഞ്ഞെടുക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 5-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കും. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ച് പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കും. നിരപ്പ് അഥവാ റെക്കൺസിലിയേഷൻ, അനുരഞ്ജനം, ഈ പദത്തെ പൗലോസ്ലീഹ ഇവിടെ വിശേഷിപ്പിക്കുകയാണ്, വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരണമെന്നാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ദൈവം നമ്മെ യേശുക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചിരിക്കും. നമ്മളൊക്കെ അന്യന്മാരും പരദേശികളുമായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. അകന്നവരായ നമ്മെ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തു മൂലം, യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം, യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം മൂലം നമ്മെ തന്നോട് രഞ്ജിപ്പിച്ചിരിക്കും, തന്നോട് രമ്യതയിലാക്കിയിരിക്കും. നമ്മളെല്ലാവരും നിരപ്പ് പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഈ ഭൂമിയിലുള്ള എല്ലാ അനുരഞ്ജനങ്ങളുടെയും കാരണക്കാരൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുവിൽ കൂടെ മാത്രമേ നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് അനുരഞ്ജപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ നിരപ്പിലേക്ക് നമ്മളെല്ലാവരും വരണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നിരപ്പിനെ കുറിച്ച് നമ്മുടെ ആരാധനാക്രമങ്ങളിൽ ആ വാക്ക് പല സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സന്ധ്യാ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലും, നിന്റെ നിരപ്പ് ഞങ്ങളുടെ വാഴുമാറാകണമേ, നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും ഉണ്ടാകണമേ. എല്ലാ സന്ധ്യയിലും നമ്മൾ ചൊല്ലുകയാണ്, ദൈവമേ നിന്റെ നിരപ്പ് ഞങ്ങളുടെ വാഴണമേ, ഞങ്ങൾ നിരപ്പുള്ളവരായി തീരണമേ എന്ന പ്രാർത്ഥന. ശയന പ്രാർത്ഥനയും നമ്മൾ ചൊല്ലും, നിരപ്പു നിറഞ്ഞോരന്തിയും പുണ്യത്വത്തിനുടെ രാവും ഞങ്ങളുടെ രക്ഷാകരൻ യേശുമശിഹ കർത്താവേ അടിയാർക്കു നീ തരിക. നിരപ്പ് നിറഞ്ഞൊരന്തി, നിരപ്പ് നിറഞ്ഞൊരു സന്ധ്യ, പുണ്യത്വത്തിന് രാവ്,
ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആരോടൊക്കെയാണ് നിരപ്പാകേണ്ടത്? ആരോടൊക്കെയാണ് അനുരഞ്ജനപ്പെടേണ്ടത്? പ്രധാനമായും 4 അനുരഞ്ജനങ്ങളാണുള്ളത്. ഒന്നാമത്തെ അനുരഞ്ജനം, നാം നമ്മോട് തന്നെ ഒന്ന് അനുരഞ്ജനപ്പെടണം. നമ്മൾ നമ്മോട് തന്നെ ഒന്ന് അനുരഞ്ജനപ്പെട്ടിട്ടാണോ വന്നിരിക്കുന്നത്? പലരും തങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, ഞങ്ങളൊരു പരാജയമാണ്, ഞങ്ങളൊരു തോൽവിയാണ്, ഞങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ യോഗ്യതയില്ലാത്തവനാണ്. ഈ നിലയിലൊക്കെ സ്വയം സഹതാപത്തോടെ ജീവിക്കുന്ന അനേകരുണ്ട്. തിരുവചനം പറയാണ്, നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ ഒന്ന് രമ്യതപ്പെടുക. നിങ്ങൾ നിങ്ങളോട് തന്നെ രമ്യതപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരോടും ദൈവത്തോടും രമ്യതപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. സ്വയം രമ്യമാകാതെ നമുക്ക് ആരോടും രമ്യതപ്പെടുവാനായിട്ട് പറ്റുകയില്ല. ഒരു അമ്മ ഒരിക്കൽ തന്റെ മകൻ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും പറയുമായിരുന്നു. ആ അമ്മ ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ എൻ്റെ അമ്മായിയമ്മ ഏറെ ഉപദ്രവിച്ചു, ഏറെ കഷ്ടപ്പെടുത്തി, ഏറെ വേദനിച്ചു. എനിക്ക് അവരോട് ഭയങ്കര പകയാണ്. എന്നാലും എൻ്റെ മകനെ വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പം ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് ഈ അമ്മ കൂട്ടുകാരികളോടൊക്കെ പറയുമായിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. ഈ മകൻ വിവാഹം കഴിച്ചു. മകന് ഭാര്യ വീട്ടിൽ വന്ന നാള് മുതൽ ആദ്യമൊക്കെ സ്നേഹത്തോടെ ഇടപെട്ടെങ്കിലും പിന്നെ ഈ അമ്മ ഭയങ്കര പോര് തുടങ്ങി. എന്നും വഴക്കായി, എന്നും ശണ്ടയായി. എന്താണ് പ്രശ്നമെന്നറിയാമോ? ഈ അമ്മ രമ്യതപ്പെട്ടിട്ടില്ല. ഈ അമ്മായിയമ്മയിൽ നിന്ന് ലഭിച്ച സങ്കടങ്ങൾ, അവരുടെ ഉപദ്രവങ്ങൾ, അവര് പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ ഇപ്പോഴും ജീവിക്കുന്നത്. ഹൃദയത്തിൽ മുറിവേറ്റവര് മറ്റുള്ളവരെ എപ്പോഴും മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹൃദയത്തിന് മുറിവ് സൗഖ്യമാക്കാത്തവര് മറ്റുള്ളവരെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമുക്കൊരു സൗഖ്യമാണ് വേണ്ടത്. ഹൃദയത്തിൽ മുറിവുമായിട്ടൊക്കെ വന്നിട്ടുണ്ടോ? മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളാൽ ഹൃദയം വേദനിക്കുന്നവരായി വന്നിട്ടുണ്ടോ? നമുക്കൊരു സൗഖ്യമാണ് കർത്താവ് തരുന്നത്. ഈ സൗഖ്യം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരോടും ക്ഷമിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വാഴണം. അപ്പം നാം നമ്മോട് തന്നെ രമ്യതപ്പെടണം. ഒന്ന്. രണ്ടാമതായിട്ടോ, നാം മറ്റുള്ളവരോട് രമ്യതപ്പെടണം. സുബക്കോനോയുടെ പ്രധാനപ്പെട്ട അർത്ഥം അതാണ്. നിങ്ങളോട് തെറ്റുകൾ ചെയ്തവരോട് ക്ഷമിക്കുക, നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക, കുറ്റക്കാരോട് പൊറുക്കുക, യഥാർത്ഥ ക്ഷമയിലേക്ക് വരിക, എന്നിട്ട് നോമ്പിലേക്ക് കടക്കുക. മൂന്നാമതായി നാം ദൈവത്തോട് രമ്യതപ്പെടണം. അതിനാണ് ഈ രമ്യതയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. യേശുക്രിസ്തു മരിച്ചത് നമ്മെ പിതാവാം ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനാ. നമ്മളാരും അന്യന്മാരും പരദേശികളുമായി ജീവിക്കാനല്ല, നമ്മളാരും പാപികളായി ജീവിക്കാനല്ല. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്ന് അനുദപിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാനാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. നാം ദൈവത്തോട് നിരപ്പാകണം. നാലാമത് ഒരു നിരപ്പ് കൂടെ ഉണ്ട്. അത് ഈ പ്രപഞ്ചത്തോടുള്ള നിരപ്പാണ്. ദൈവം സൃഷ്ടിച്ച സുന്ദരമായ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തോട് ഒരു നിരപ്പിലാണോ നമ്മൾ ജീവിക്കുന്നത്? ജീവജാലങ്ങളോട് നമുക്കൊരു സ്നേഹമുണ്ടോ? പൂക്കളോട്, ചെടികളോട്, വൃക്ഷങ്ങളോട്, മരങ്ങളോട് ഒക്കെ നമുക്കൊരു ഇഷ്ടമുണ്ടോ? അത് വെച്ച് പിടിപ്പിക്കുവാനും പരിപാലിക്കുവാനും നമുക്കൊരു സന്തോഷമുണ്ടോ? ദൈവം സൃഷ്ടിച്ച മനോഹരമായ പ്രപഞ്ചത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പാടാറുണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. ഈ പ്രപഞ്ചത്തെ ഓർത്ത്, ജീവജാലങ്ങളെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തുതി കരേറ്റുന്നു എന്ന് പറയാറുണ്ടോ? ഈ രമ്യതയിലേക്ക് വരാനാണ് ദൈവം നമ്മെക്കുറിച്ച് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ രമ്യത എന്നുള്ളത് നാം നമ്മോട് തന്നെ രമ്യതപ്പെടുക എന്നതാണ്. നാം നമ്മോട് തന്നെ അനുരഞ്ജനപ്പെടുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്.
തന്നോട് തന്നെ രമ്യതപ്പെടാത്ത ഒരാൾക്കും വേറൊരാളോട് രമ്യതപ്പെടാനായിട്ട് പറ്റുകയില്ല. ദൈവജനം പറയാണ്, നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന, നീ നിന്നെ അങ്ങ് വെറുക്കണം എന്നിട്ട് നീ പോയി നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ല. പലപ്പോഴും അങ്ങനെയാണ് പല പഠിപ്പിക്കലുകളും. നമ്മളെ അങ്ങ് വെറുക്കുക, നമ്മളെ ഒന്നിനും കൊള്ളാത്തതാണ്, നമ്മൾ വളരെ മോശമാണ്, എന്ന് മറ്റുള്ളവരൊക്കെ വളരെ നല്ലവരാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് വരികയല്ല വേണ്ടത്. നീയും നല്ലതാണ്, മറ്റുള്ളവരും നല്ലതാണ് എന്ന ചിന്താഗതിയാണ് ഏറ്റവും ആരോഗ്യകരമായ ചിന്ത. അതാണ് യഥാർത്ഥ നിരപ്പിന്റെ അനുഭവം. നീ നിന്നെ പോലെ, നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ വേണം നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ. നീ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ വേണം നിന്റെ കൂട്ടുകാരെ പോയി സ്നേഹിക്കാൻ. ഇതാണ് തിരുവചനം പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത. ഈ ദൈവികമായ നിരപ്പിന് തടസ്സമായി നിൽക്കുന്നത് ഒന്ന്, ഒരു സ്വയസഹതാപമാണ്. വളരെ സ്വയസഹതാപത്തിൽ ഇങ്ങനെ ജീവിക്കുക. ഞാനൊരു ഗുണമില്ലാത്തവനാണ്, ഗുണമില്ലാത്തവളാണ്, ഞാനൊരു പരാജയമാണ്, എന്നെ ആർക്കും ഇഷ്ടമില്ല. എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിലും പറയും എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഈ ചിന്തയിലാണ് അനേകർ ജീവിക്കുന്നത്. ഇതൊരു വിനയമായിട്ടും താഴ്മയായിട്ടുമൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. അത് വിനയവും താഴ്മയും ഒന്നുമല്ല. എന്താണ് വിനയം താഴ്മ എന്നൊക്കെ പറഞ്ഞാൽ? സ്വന്തം കഴിവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന് തലക്കനം ഉണ്ടാകാതിരിക്കുന്നതാണ് വിനയം. സ്വയമുള്ള കഴിവും മേന്മയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഹങ്കാരത്തോടെ ജീവിക്കാതിരിക്കുന്നതിന് പേരാണ് വിനയം എന്നുള്ളത്. കഴിവുണ്ടെങ്കിലും എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിറകിലേക്ക് മാറുമ്പം ദൈവം നമുക്ക് തന്ന താലന്ത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ആ താലന്ത് കുഴിച്ചിട്ട ബുദ്ധിയില്ലാത്ത ദാസനെ പോലെ നമ്മൾ ആവുകയാണ്. അങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നമ്മെ ഒന്ന് അറിയണം, ദൈവം കൃപകളെ അറിയണം. സ്വയസഹതാപത്തിൽ ജീവിക്കുന്നവരൊക്കെ അവരെ സൃഷ്ടിച്ച ദൈവത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായ ദൈവമേ, അങ്ങെനിക്ക് തന്ന ഈ ആരോഗ്യം, അങ്ങെനിക്ക് തന്ന സൗന്ദര്യം, അങ്ങെനിക്ക് തന്ന ബുദ്ധിശക്തി, അങ്ങെനിക്ക് തന്ന ഈ കുടുംബം, എല്ലാറ്റിനെയും ഓർത്ത് കർത്താവേ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥ ആരാധനയിലേക്ക് വരുന്നത്. ഈ സ്വയസഹതാപം എങ്ങനെയാ വരുന്നത്? കുഞ്ഞുനാള് മുതൽ എന്ന് പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന നാള് മുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ചില തിക്തമായ അനുഭവത്തിൽ നിന്നാണ് ഈ സ്വയസഹതാപം ഉടലെടുക്കുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന നാള് മുതൽ തന്നെ ആ കുഞ്ഞിന്റെ വ്യക്തിത്വം ആരംഭിക്കുക, പേഴ്സണാലിറ്റി ആരംഭിക്കുക. അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് കിടക്കുമ്പോൾ ഈ അമ്മ അധികമായി ഭയപ്പെട്ടാൽ, അധികമായി സങ്കടപ്പെട്ടാൽ, അധികമായ വേദന ഏൽക്കേണ്ടി വന്നാൽ, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ അത് അമ്മയെ മാത്രമല്ല അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൂടെ ബാധിക്കും. കുഞ്ഞിന്റെ മനസ്സിനെ കൂടെ അത് ബാധിക്കാനായിട്ട് ഇടയാകും. ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു സ്വയസഹതാപത്തിലേക്ക് വരുന്നത്. അല്ലാണ്ട് ഷൈ ആവുകയാണ്, ഒരിടത്തും മുന്നോട്ട് വരത്തില്ല, എപ്പോഴും പിന്മാറിപ്പോവുകയാണ്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നോടെല്ലാവർക്കും വെറുപ്പാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് ആ കുഞ്ഞ് വളർന്നു വരുന്നു. ജനിച്ചു കഴിഞ്ഞിട്ടും അത് കേൾക്കേണ്ടി വരുന്ന വാക്കുകളുണ്ടാകാം. ചിലപ്പോൾ ഒരു അമ്മ തന്നെ പറഞ്ഞേക്കാം ഇപ്പൊ ഈ കുഞ്ഞ് വേണ്ടായിരുന്നെന്നും. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അപ്പം പറയും, അമ്മ പറയുമായിരിക്കാം ഈ കുഞ്ഞിപ്പം ജനിക്കേണ്ടായിരുന്നെന്നും. അവിടെയാണ് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുമ്പം കുഞ്ഞിന് മനസ്സിലായില്ലല്ലോ എന്ന് പലരും ചിന്തിച്ചേക്കാം. കുഞ്ഞിനെല്ലാം മനസ്സിലാകുന്നുണ്ട്, കുഞ്ഞിന് ഹൃദയത്തിൽ അതേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഇവിടെയാണ് താൻ വേണ്ടാത്തൊരു കുഞ്ഞാണെന്നൊരു ചിന്ത ഉണ്ടാവുകയാണ്.
ഉപേക്ഷിക്കപ്പെടുന്നു എന്നൊരു ചിന്ത. പിന്നീട് കാണാൻ വരുന്നവരൊക്കെ പറയും കറുത്ത കുഞ്ഞാണ്. അവിടെയാണ് ഓരോ കുഞ്ഞിനെയൊക്കെ വിശേഷണങ്ങളൊക്കെ പറയുമല്ലോ. അനാവശ്യ വാക്കുകൾ പറഞ്ഞ് ഒരു കുഞ്ഞുങ്ങളെയും വേദനിപ്പിക്കാൻ പാടില്ല. കുഞ്ഞിന് നിറമില്ല, കുഞ്ഞിന് വണ്ണമില്ല, കുഞ്ഞിന് സൗന്ദര്യമില്ല, ഇതൊക്കെ കാണാൻ വരുന്നവര് അടക്കിപ്പിടിച്ചൊക്കെ പറയുന്നത്. ഈ കുഞ്ഞ് വളരുമ്പോഴും ആ കുഞ്ഞിനെ ഏൽക്കേണ്ടി വരുന്ന പരിഹാസങ്ങൾ, ഭവനത്തിൽ ലഭിക്കേണ്ടി വരുന്ന തിരസ്കൃതമായ അവസ്ഥകൾ, ഇതൊക്കെ ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വത്തെ ബാധിക്കും. പിന്നീട് വളർന്നു വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് പ്രകടിപ്പിക്കും. വിശുദ്ധ വേദോത്സവം വായിക്കുമ്പം പ്രഗത്ഭരായ പല വ്യക്തികൾ പോലും ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരായിരുന്നു, സ്വയ സഹതാപം ഉള്ളവരായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മോശ. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീഡറാണ് മോശ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നേതാവാണ് മോശ. ആ മോശയ്ക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. മോശയെ ദൈവം വിളിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വെടിവിക്കാൻ നീ പോകാന്ന് പറഞ്ഞപ്പോൾ മോശ പറയാണ്, ഞാൻ വിക്കനാണ്, വാക് സാമർഥ്യമില്ലാത്തവനാണ്, എനിക്കൊരു വാക്ക് പറയാൻ അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല, ഞാൻ ആ പറവോന്റെ അടുത്ത് എന്ന് ഒരു വർത്തമാനമൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം തെറ്റിപ്പോകും. ഇത് മോശയുടെ ഒരു ഭയമായിരുന്നു, ഉള്ളിലെ ഭയമായിരുന്നു. എന്നാൽ മോശ ദിവ്യസുന്ദരനായിരുന്നു. ഇത്ര കൃപകളാണെന്നറിയാമോ? ദിവ്യസുന്ദരനായിരുന്നു. ഇത്രയും സൗന്ദര്യമുള്ള കുഞ്ഞ് വേറെ ഇല്ലായിരുന്നു. പിന്നീട് മോശയെക്കുറിച്ച് വായിക്കുമറിയാം, അവന് മിസ്രീമ വിദ്യാഭ്യാസം ലഭിച്ചവനാ. അന്ന് ലോക രാജ്യങ്ങളിടയില് ഏറ്റവും പ്രാധാന്യമുള്ള രാജ്യം ഈജിപ്റ്റ്, മിസ്രൈമ. അമേരിക്കയിൽ പോയി പഠിക്കുന്ന പോലെ അന്ന് മിസ്രൈമിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ മിസ്രൈമ വിദ്യാഭ്യാസം ലഭിച്ചവനാണ്. മിസ്രൈമിലെ രാജകുമാരനായിട്ട് വളർന്നവനാണ്. മിസ്രൈമി ആയുധ വിദ്യാഭ്യാസം കിട്ടിയവനാണ്. ഈ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് ഉണ്ടെങ്കിലും മോശയുടെ മനസ്സിൽ ഒരു ചിന്ത, എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. എങ്ങനെയാണ് ഈ ചിന്ത വന്നെന്നറിയാമോ? അവൻ കുഞ്ഞുനാളിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. കുഞ്ഞുനാളിൽ അന്ന സാഹചര്യത്തില് കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മോശയുടെ അമ്മ ഞാങ്ങണ കൊണ്ട് ഒരു തൊട്ടിലൊക്കെ ഉണ്ടാക്കി, പെട്ടകമുണ്ടാക്കി, അതിൽ ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് നൈൽ നദിയിൽ ഉപേക്ഷിച്ചു. അത് അല്പസമയത്തേക്കാണ് ഉപേക്ഷിച്ചെങ്കിലും ആ കുഞ്ഞ് കിടന്ന് കരയുക. അമ്മ തന്നെ ഉപേക്ഷിച്ചു, അമ്മയ്ക്ക് എന്നെ വേണ്ട എന്നൊക്കെ ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ. അമ്മയ്ക്ക് എന്നെ വേണ്ട, അമ്മ എന്നെ ഉപേക്ഷിച്ചു. ആരും ആശ്രയമില്ലാതെ കുഞ്ഞു കിടന്ന് കരഞ്ഞു. ഇതിൽ നിന്നാണ് ഈ ഒരു ചിന്താഗതി ഉണ്ടാകുന്നത്. പലരുടെയും മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്, എന്നെ അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞു. നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിങ്ങനെ അവിടെയാണ് മനസ്സിന്റെ അഗാധ തലത്തിൽ വന്ന് കിടക്കുകയാണ് ഇതൊക്കെ. എന്നെ അമ്മയ്ക്ക് എന്നെ വേണ്ട, എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട എന്നൊരു ചിന്ത മോശ എന്ന കുഞ്ഞിന്റെ ഉള്ളിലൊന്ന് ഉണ്ടായി. അത് മാത്രമല്ല, മോശ വളർന്നു വന്ന് തന്റെ ജനമായ ഇസ്രായേലിനെ വീണ്ടെടുക്കാനായി മോശ സ്വയം അങ്ങ് ഇറങ്ങി. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനായി മോശ അന്ന് ഇറങ്ങിച്ചെന്നു. മോശ എരുമ്പ് കാണുന്നത് ഒരു മിസ്രൈമിനും ഒരു ഇസ്രായേൽക്കാരനും തമ്മിൽ ഉണ്ടാകുന്ന ശണ്ടയാണ്. ആ മിസ്രൈമിന് ഇസ്രായേൽക്കാരനെ അടിക്കുന്ന കണ്ട് ദേഷ്യപ്പെട്ട് കോപിച്ച് മോശ അങ്ങോട്ട് ചെന്ന് ആ മിസ്രൈമിന് നല്ല അടി കൊടുത്തവൻ മരിച്ചുപോയെന്നാ വായിക്കും. അത്രയ്ക്ക് ആരോഗ്യമുള്ളവൻ, അത്രയ്ക്ക് ശക്തിയുള്ളവനാ മോശ. മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ വേഗം ആ മരുഭൂമിയിലെ മണ്ണ് മാറ്റി അതിൽ അവനെ അങ്ങ് കുഴിച്ചിട്ടു. പിന്നീട് മോശ ചെല്ലുമ്പോൾ മറ്റൊരു കാഴ്ച കാണുകയാണ്. സ്വന്തം ജനമായ ഇസ്രായേൽക്കാർ തമ്മിൽ വഴക്കിടിക്കുന്നു. അവരുടെ സഹോദരന്മാരെ, നമ്മൾ സഹോദരങ്ങളല്ലേ, നമ്മൾ എന്തിനെ വഴക്കിടുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഒരാൾ പറയാണ്, നീ അന്ന് മിസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാനാണോ പരിപാടി എന്നാ ചോദിക്കും. ജനത്തെ വിടുവിക്കാൻ വേണ്ടി ഫറവോന്റെ കൊട്ടാരം വിട്ട് സുഖസൗകര്യങ്ങൾ വിട്ട് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ കേൾക്കേണ്ടി വരുന്ന ഇതൊക്കെയാ.
നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും കേൾക്കേണ്ടി വരുന്നത് പരാതികളാണ്, പിറുപിറുപ്പുകളാണ്. ഇത് ഒത്തിരി പേരെ മനസ്സോടെ തളർത്തിയിട്ടുണ്ട്. ഒത്തിരി നല്ല കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പലരെയും തളർത്തിക്കളഞ്ഞ കാര്യമാണിത്. മറ്റുള്ളവരത് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങൾ, പരാതികൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ. നമ്മൾ ആർക്കൊക്കെ നന്മ ചെയ്തോ, ആർക്കൊക്കെ സേവനം ചെയ്തോ, അവര് തന്നെ നമ്മളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചു. ഇത് മോശ അങ്ങ് തളർത്തിക്കളഞ്ഞു. മോശ ഓടിപ്പോയി. പിന്നീട് മോശ മിദ്യാനിലേക്ക് ഓടിപ്പോയി. 40 വർഷം മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചങ്ങ് ജീവിക്കുക. മതി, പ്രവർത്തിച്ചതൊക്കെ മതി, ചെയ്തതൊക്കെ അങ്ങ് മതിയായി, എനിക്കിനി ഒന്നും ചെയ്യാൻ വയ്യ. ഇതാ സ്വയ സഹതാപത്തിലേക്ക്. 40 വർഷം ഈ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പം മോശ എന്തെല്ലാം ചിന്തിച്ചു കാണല്ലേ, എന്തെല്ലാം ആഗ്രഹിച്ചതാ. ഫറവോന്റെ കൊട്ടാരത്തിലെ രാജകുമാരിയുടെ മകനായി വളർന്നു വന്ന ഞാന് വേണേ എനിക്ക് ഫറവോനാകാമായിരുന്നു, ഭരണാധികാരി ആകാമായിരുന്നു. ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങിയത് തന്നെ മണ്ടത്തരമായി. ഇറങ്ങി തന്നെ അവര് തന്നെ എനിക്ക് പാര വെച്ചു, അവര് തന്നെ എനിക്ക് കുത്തുവാക്ക് പറഞ്ഞു. ഒടുവിൽ ഞാൻ ഒന്നുമില്ല, വെറും 0 ആയി. ഈ മരുഭൂമിയിൽ ഇങ്ങനെ ആടുകളെ മേയിച്ചോണ്ട് നടക്കുകയാണ്. മരവിപ്പ് ജീവിതത്തെ ബാധിച്ചു. മോശ എന്ന വലിയ നേതാവിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ഭാവങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതിനിടയിലാണ് ദൈവം മോശയെ വിളിച്ചത്. എന്റെ ജനമായ ഇസ്രായേലിന്റെ കഷ്ടത ഞാൻ കണ്ടു, നീ പോയി അവരെ വിടുവിക്കണം. മോശ ആദ്യം പറയാണ്, എനിക്ക് വിക്കനാണ്, വാക്ചാതുര്യമില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ്, എന്നെ വിടണ്ട, വേറെ ആരിലും വിട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ സഹോദരനായ അഹറോനെ കൂടെ വിട്. ഇതൊക്കെയാണ് മോശ പറയുന്നത്. പിന്നീട് മോശ ചോദിക്കുന്നുണ്ട്, ഫറവോനടുത്തിയാലും ഫറവോൻ ചോദിക്കും, ഏത് ദൈവമാ നിന്നെ ഇങ്ങോട്ട് വിട്ടത്? ഇസ്രായേലിന്റെ ദൈവം വിട്ടെന്ന് പറയുമ്പം ധാരാളം ദൈവങ്ങളുടെ പേര് ഫറവോൻ അറിയാം. അവരുടെ നാട് മുഴുവൻ ദൈവങ്ങളാ. ഇതിലേത് ദൈവമാ നിന്നെ വിട്ടതെന്ന് ചോദിക്കും. അപ്പൊ ദൈവമേ, നിന്റെ പേരെന്താന്ന് പറയണ്ടേ? ആ പേരൊന്ന് പറയാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചെന്ന് നീ ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ദൈവം തന്നെ പേര് പറയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശ ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാ. ഞാൻ ആരാ? ഇതാ മോശയുടെ മനസ്സിലെ പ്രധാന ചോദ്യം, ഞാൻ ആരാ, ഞാൻ എന്താ? അവിടെയാണ് മോശയുടെ ദൈവം പറയാണ്, ഈ ഭൂമിയിൽ ഒരൊറ്റ ഞാനേ ഉള്ളൂ, അത് ദൈവമാണ്. ആ ഞാൻ എന്ന് പറഞ്ഞ ആളാ നിന്നെ അങ്ങോട്ട് അയച്ചെന്ന് പറഞ്ഞേക്കണം. ഈ ഭൂമിയിൽ ഒറ്റ ഞാനേ ഉള്ളൂ, അത് ദൈവമാണ്. ആ ദൈവമാണ് നിന്നെ അയച്ചതെന്ന് നീ ചെന്ന് പറ. നിന്റെ ഐഡന്റിറ്റി പ്രോബ്ലംസ് ദൈവം സോൾവ് ചെയ്യുകയാണ്. നിനക്കൊരു കഴിവുണ്ട്, നിന്നെ ദൈവം അയച്ചിരിക്കും. ക്രിസ്തുവിൽ നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ദൈവത്തിൽ നിനക്കൊരു വ്യക്തിത്വമുണ്ട്. നീ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് നീ വരും എന്ന് മോശയെ പഠിപ്പിക്കുകയായിരുന്നു. രണ്ടാമതായിട്ട് കാണുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഏലിയാവ്. ഏലിയാവ് എത്ര വലിയ ആളാ! ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രവാചകനാ. മോശ കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനം ഏലിയാവിനാ ഉള്ളത്. ഏലിയാവ് ചെന്നു ആഹാബ് രാജാവിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ദേശത്ത് മഴയോ മഞ്ഞോ പെയ്യത്തില്ലെന്ന്. അങ്ങനെ ധൈര്യത്തോടെ പറഞ്ഞ ഒരു പ്രവാചകൻ ഒരു സമയം കാണുകയാണ്, ഇസബേലിന്റെ കൽപ്പന കേട്ട്, നാളെ നിങ്ങളെ കൊന്നുകളയുമെന്ന കൽപ്പന കേട്ട് മരുഭൂമിയിൽ കൂടെ ഓടി ചൂരച്ചടി തണലിൽ തളർന്നു വീണു. എന്നിട്ട് പറയാണ്, മതി യഹോവേ, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോളണേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലെന്ന്. ഈ ഏലിയാവ് നല്ലവനായിട്ടൊന്നുമല്ല ദൈവം വിളിച്ചത്. ഏലിയാവ് നല്ലവനായിട്ടൊന്നുമല്ല ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചത്. ഏലിയാവ് നല്ലവനായതുകൊണ്ടൊന്നുമല്ല ഏലിയാവിനെ കർമ്മേൽ മലയുടെ മുകളിൽ കയറി നിർത്തിയത്. ദൈവം മാത്രമാണ് നല്ലവൻ.
നല്ലവനായ ഗുരു എന്ന് ചോദിച്ച് ഒരു യൗവനക്കാരൻ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? വന്നവന്റെ ചിന്ത എന്തെന്നറിയാമോ? അവൻ ഭയങ്കര നല്ലവനാണെന്ന് ചിന്തയുണ്ടായിരുന്നു. കൽപ്പനയെല്ലാം പാലിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇനി വല്ലതും കൂടെ ചെയ്യാനുണ്ടോ എന്നാ ചോദ്യം. ഞാൻ നന്മയെല്ലാം ചെയ്ത് ഡിഗ്രിയോട് അടുത്തിരിക്കുകയാണ്. ഇനി എന്തേലും വല്ലതും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാണ് വന്നത്. അപ്പൊ യേശു ആദ്യമേ അങ്ങ് തിരുത്തി, ദൈവമല്ലാതെ മറ്റൊരുവനും നല്ലവനില്ലല്ലോ. ദൈവമല്ലാതെ മറ്റാരും നല്ലവനില്ല. നമ്മളാരും നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നത്. നമ്മളാരും നല്ലവരായതുകൊണ്ട് ദൈവം നമ്മളെ നടത്തിയത് ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. ദൈവം നല്ലവനായതുകൊണ്ട് മാത്രമാണ്. നമുക്ക് സ്വയമായി ഒരു നന്മയുമില്ല. എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്, ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. അവിടെയാണ് അവനൊന്നുമില്ലാതെ പോകുന്നുണ്ട്, അവൻ നിരാശനായി പോകുന്നുണ്ട്. നീ നിനക്കുള്ള സകലവും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവൻ ധനവാനായതുകൊണ്ട് ദുഃഖിതനായി കടന്നുപോയി. അവൻ്റെ പ്രശ്നമല്ലാതെ യേശുവിനെ പഠിപ്പിക്കുകയാണ്, മോനെ, നിനക്കങ്ങനെ സ്വയം നല്ലവനാകാനൊന്നും പറ്റത്തില്ല. ദൈവത്തിൻ്റെ കരുണ കിട്ടാതെ ആർക്കും നല്ലവരാകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപ കിട്ടാതെ ആർക്കും നല്ലവരാകാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഇച്ചിരി ബെറ്ററാന്ന് പറഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തല താഴ്ത്തുകയാണ് വേണ്ടത്. നമ്മൾ ബെറ്ററൊന്നും ആയിട്ടില്ല. എന്തേലും നന്മയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതിയാകും. ഇവിടെയാണ് ഏലിയ വീണ് കിടന്ന് പറയാണ്, പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ലല്ലോ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലല്ലോ. ഒരു കുറ്റബോധം, നിരാശ ഏലിയാവിനെ ഇവിടെ ബാധിച്ചിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വലിയ ഭക്തന്മാർക്ക് പോലും ഈ നിരാശയും സ്വയസഹതാപവും ബാധിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ഇതിൽ രക്ഷപ്പെടാനായിട്ട് പറ്റുന്നത്? ശമൂവേൽ ബാലന്റെ ജീവിതാനുഭവങ്ങൾ വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ 1-ാം അധ്യായം 24-ാം വാക്യം. 1 ശമൂവേൽ 1:24 മുലകുടി മാറിയ ശേഷം ശമൂവേൽ ബാലനെ ദൈവാലയത്തിൽ കൊണ്ടുചെന്ന് ആക്കി. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അമ്മ എടുത്തൊരു വലിയ തീരുമാനമായിരുന്നു, എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടങ്ങ് സമർപ്പിച്ചേക്കാം. ആ കുഞ്ഞ് ജനിച്ചു, ശമൂവേൽ ബാലൻ. ശമൂവേൽ ജനിച്ചു കഴിഞ്ഞിട്ട് മുലകൂടി മാറിക്കഴിഞ്ഞ് എത്ര വയസ്സായി കാണും? കൂടിയ 3 വയസ്സ് അല്ലെ 2 വയസ്സ് അല്ലെ, അത്രയും വയസ്സുള്ള കുഞ്ഞിനെയാണ് അവർ ദേവാലയത്തിൽ കൊണ്ടു ചെന്നാക്കിയത്. അവിടെ ആരാ? കളിക്കൂട്ടുകാർ വല്ലതും ഉണ്ടോ? അവിടെ ആകെയുള്ളതൊരു വൃദ്ധനായ പുരോഹിതൻ ഏലി, കണ്ണ് കാണാൻ വയ്യാത്തൊരു പുരോഹിതൻ ഏലി, ഏലിയുടെ മക്കൾ വഴിതെറ്റി നടക്കുന്നവര്, അവരൊക്കെ അവിടെ ഉള്ളത്. അവിടെ ഈ കൊച്ചു പൊടിക്കുഞ്ഞിനെ കൊണ്ടു ചെന്നങ്ങ് ഏൽപ്പിച്ചത്. മുലകൂടി മാറിക്കഴിഞ്ഞു. പിന്നെ എല്ലാ വർഷവും മാതാപിതാക്കളെ പഞ്ഞികൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി ഈ കുഞ്ഞിന് കൊണ്ടു ചെന്നൊന്ന് കൊടുക്കും. അത്രയേ ഉള്ളൂ. അത്രയുള്ള ഈ കുഞ്ഞിന് മാതാപിതാക്കൾ ലഭിച്ചൊരു പരിചരണം. അമ്മയുടെ പരിചരണം കിട്ടാതെ, അപ്പന്റെ സ്നേഹം കിട്ടാതെ മറ്റൊരു സ്ഥലത്ത് അനാഥനാക്കിക്കെട്ട ഒരു വ്യക്തിയാണ് ഈ ശമൂവേൽ. അവൻ അനാഥനായി വളർന്നില്ല, അവൻ സനാതനായി വളർന്നു. എന്നറിയാമോ? അവന് ദൈവത്തിന്റെ കാരുണ്യം കിട്ടി, ദൈവത്തിന്റെ സാമീപ്യം കിട്ടി. ഈ ശമൂവേൽ ബാലനെ ദൈവം വിളിച്ചു, ശമൂവേലേ എന്ന് വിളിച്ചു, ശമൂവേലേ എന്ന് വിളിച്ചു. അവനോട് ചെന്ന് ഏലി പുരോഹിതനോട് ചോദിച്ചു, അങ്ങനെ വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല, നീ പോയി കിടന്നോളാൻ പറഞ്ഞു. പിന്നെയും വിളിച്ചു, ശമൂവേലേ. അവനെ തേടി ദൈവസ്നേഹം വന്നു. അവന്റെ വേദനകൾ അറിയാവുന്ന, അവന്റെ ഒറ്റപ്പെടൽ അറിയാവുന്ന, അവന്റെ ഹൃദയം അറിയാവുന്ന ദൈവം അവനെ തേടി ആ ശീലോവിലെ ദേവാലയത്തിലേക്ക് വന്നു. ശമൂവേലേ, അടിയനിതാ, കടിയൻ കേൾക്കുന്നു, അരുളി ചെയ്യണമേ എന്ന് അവൻ പറയുകയും ചെയ്തു. പിന്നെ വായിക്കുമ്പം എത്ര പ്രാവശ്യമായി ഇങ്ങനെ ശമൂവേലിന് ദൈവം പ്രത്യക്ഷനായെന്ന് അറിയാമോ? 1 ശമൂവേൽ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയാണ്, അങ്ങനെ ശീലോവിൽ വെച്ച് 1 ശമൂവേൽ 3:21
യഹോവ വീണ്ടും വീണ്ടും അവന് പ്രത്യക്ഷമായി. അവന്റെ ഹൃദയത്തിന്റെ സ്വയസഹതാപം തീർക്കുന്നത് വരെ, സങ്കടങ്ങൾ തീരുന്നത് വരെ ദൈവം അവന് പ്രത്യക്ഷനായിക്കൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുക, ദൈവം കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുക, നമ്മുടെ എല്ലാ സ്വയസഹതാപവും മാറും. എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ എത്ര സുന്ദരമായിട്ടാണ് സൃഷ്ടിച്ചത്, എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. കുറവുകളുണ്ടെന്ന് മറ്റുള്ളവർ പറയുമെങ്കിലും ആ കുറവുകളൊക്കെ ദൈവം തന്നതാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചതിനായിട്ട് സ്തോത്രം, എന്നെ നടത്തുന്നതിനായിട്ട് സ്തോത്രം, പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ ദൈവകൃപയും നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. രണ്ടാമതായി, പലരും ഖേദങ്ങൾ ജീവിക്കുന്നവരാ, നിരാശകൾ ജീവിക്കുന്നവർ. എനിക്ക് അങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ, അതുപോലെ ആകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഖേദങ്ങളിൽ പല ആളുകളും ജീവിക്കുന്നവരാ. പറയുന്ന യാക്കോബിന്റെ ഒരു ഭാര്യയാണ്, ആദ്യത്തെ ഭാര്യയാണ് ലേയ. ലേയയുടെ പ്രത്യേകത, ലേയയുടെ കണ്ണിന് സൗന്ദര്യം കുറവായിരുന്നു, കണ്ണിന് ഭംഗി കുറവായിരുന്നു. ലേയേക്കാൾ കൂടുതൽ യാക്കോബിന് ഇഷ്ടം അടുത്ത ഭാര്യയായ റാഹേലിനെയാണ്. ലേയ ഒരു ഭാര്യയാണേലും വീട്ടില് സ്നേഹമില്ലാത്തവളായിട്ടാണ് നിന്നത്, പരിഗണനയില്ലാത്തവളായിട്ടാണ് നിന്നത്. രണ്ട് ഭാര്യമാരിൽ ലേയക്കൊരു പരിഗണനയും കിട്ടിയില്ല, ഒരു സ്നേഹവും കിട്ടിയില്ല. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 31 വാക്യം വായിക്കുന്നു. ഉൽപ്പത്തി 29:31 വായിക്കുന്നു, ലേയ അനിഷ്ട എന്ന് കണ്ടിട്ട് യഹോവ അവളുടെ ഗർഭത്തെ തുറന്നു. ഇപ്പൊ ദൈവം ആരുടെ കൂടെ നിൽക്കുന്നു അറിയാമോ? ദൈവം ആരുടെ കൂടെ നിൽക്കുന്നു അറിയാമോ? അനിഷ്ടകളുടെ കൂടെ, ആർക്കും വേണ്ടാത്തവരുടെ കൂടെ, ആരുടെയും സ്നേഹം കിട്ടാത്തവരുടെ കൂടെ. അവിടെയാണ് ലേയ അനിഷ്ട എന്ന് കണ്ടിട്ട് യഹോവ അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ആദ്യം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, പേര് രൂബേൻ. രൂബേൻ ജനിച്ചപ്പോൾ ലേയ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവന് രൂബേൻ എന്ന് പേരിട്ടു. സ്നേഹിച്ചില്ല, ഒരു കുഞ്ഞുണ്ടായിട്ട് സ്നേഹിച്ചില്ല. കുഞ്ഞുങ്ങളുണ്ടാകുന്നത് പക്ഷെ എന്താണ്? സ്നേഹം കിട്ടുന്നില്ല, ഒരു ഭാര്യയുടെ പരിഗണന കിട്ടുന്നില്ല. അതവളെ സങ്കടപ്പെടുത്തുകയാ. രൂബേൻ കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുകയാണ്, രൂബേൻ കഴിഞ്ഞ് ശിമയോൻ, രണ്ടാമത്തെ കുഞ്ഞ്. അപ്പോഴും അവള് ഇത് തന്നെ പറഞ്ഞത്, ഞാൻ രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ പ്രസവിച്ചല്ലോ, എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നെ ഒത്തിരി സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവന് ശിമയോന് പേരിട്ടു. സ്നേഹിച്ചില്ല, എന്നിട്ട് സ്നേഹിച്ചില്ല. ലേവി ജനിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഞാൻ ജനിപ്പിച്ചതുകൊണ്ട് എന്നെ ഒത്തിരി സ്നേഹിക്കുമെന്ന്. സ്നേഹിച്ചില്ല. ഒടുവിൽ അവൾ നാലാമതൊരു കുഞ്ഞിനെ ജനിപ്പിച്ചു. ആ കുഞ്ഞിന്റെ പേരാണ് യഹൂദ. ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവൾ ആ കുഞ്ഞിന് യഹൂദ എന്ന് പേരിട്ടു. ഇപ്പൊ അവളുടെ ഉള്ളിലെ പരാതിയും വെറുവെറുപ്പൊന്നും ഇല്ല, ഖേദങ്ങളങ്ങ് മാറ്റി. മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല, എന്നെ ഒന്നും കാണുന്നില്ല, പരിഗണിക്കുന്നില്ല, നിർത്തിയ സംസാരം. ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്ത് സാഹചര്യം വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ആ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞ് സ്തുതിയുടെ ജീവിതത്തിലേക്ക് അവള് പ്രവേശിക്കുക. എല്ലാവരോടും ഒന്ന് കെഞ്ചുക, എന്നെ ഒന്ന് സ്നേഹിക്കാമോ, എന്നെ ഒന്ന് പരിഗണിക്കാമോ, എന്നെ ഒന്ന് ഇഷ്ടപ്പെടാമോ? ആരും സ്നേഹിക്കുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല, ആരും സ്നേഹത്തിന് ലേശം കാണിക്കുന്നില്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലേയ പഠിപ്പിക്കുക. ഖേദങ്ങളിൽ ആരും ജീവിക്കരുതെന്ന് ഈ ഭാഗം പഠിപ്പിക്കും. ഒരു സ്കൂൾ ടീച്ചറുടെ ജീവിതാനുഭവം ഞാൻ ഒരു മാസികയിലൂടെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. ടീച്ചർ തന്നെ സാക്ഷ്യമാണ് ആ മാസികയിൽ എഴുതിയിരിക്കുന്നത്. ടീച്ചറെ കോളേജിൽ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. ലഭിച്ച ജോലിയോ നഴ്സറി ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയാണ്. കോളേജിൽ ലെക്ചർ ആകേണ്ട, പ്രൊഫസർ ആകേണ്ട ടീച്ചർ ഇപ്പൊ കൊച്ചു പിള്ളേരെ ABCD പഠിപ്പിക്കുക, പാട്ട് പഠിപ്പിക്കുക. സങ്കടമായി, ഖേദങ്ങളിൽ അവൾ ജീവിക്കാൻ തുടങ്ങി. ആ സ്കൂളിലേക്ക് വരാൻ തന്നെ ഇഷ്ടമില്ല. സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്ക്, ക്ലാസ്സിലേക്ക് വരും കുട്ടികളുടെ കലാപില വർത്തമാനം, ദേഷ്യമാണ്. കുട്ടികളോട് ആക്രോശിക്കും, ദേഷ്യപ്പെടും,
അവരെ പഠിപ്പിക്കത്തൊന്നുമില്ല. എങ്ങനെ സമയം തീരാൻ വേണ്ടി വാച്ച് നോക്കി ഇങ്ങനെ ഇരിക്കും. ഇതവരുടെ ഒരു ശൈലിയായിരുന്നു. അതിനിടയിലാണ് ടീച്ചർ ഒരു ധ്യാന യോഗത്തിൽ പങ്കെടുത്തത്. ആ ധ്യാനത്തിൽ പ്രസംഗിച്ച ആള് പറഞ്ഞ പ്രധാന വിഷയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഒരിടത്താക്കിയെങ്കിൽ അതാക്കിയുടെ ദൈവമാണെന്ന് വിശ്വസിക്കണം. ദൈവമാണ് നമ്മെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിശ്വസ്തയോടെ സത്യസന്ധമായി നന്മയോടെ ജീവിക്കണം. നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് ആ പ്രസംഗിക്കുന്ന ആള് പറഞ്ഞു. ടീച്ചർ അവിടെ ഇരുന്ന് കരഞ്ഞു. എൻ്റെ ദൈവമേ, അങ്ങ് ആണ് എന്നെ നേഴ്സറി ക്ലാസ്സിലാക്കിയത്. എന്നിട്ട് ഞാൻ അറിയാതെ അവിടെ ഒരു സങ്കടപ്പെട്ടു, പെറുപെറുത്തു. അങ്ങ് എനിക്ക് തന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ല. ഞാൻ സമയം തീരാൻ വേണ്ടി വാച്ച് നോക്കിയിരുന്നു. എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. ടീച്ചർ എഴുതി. പിന്നീട് ടീച്ചർ ഒരു പുതിയ ഹൃദയത്തോടെയാണ് പോയത്. എന്നെ ദൈവം നിയമിച്ച നേഴ്സറി ക്ലാസ്സിന് വേണ്ടി സ്തോത്രം ചെയ്തു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങി. അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഖേദങ്ങളിൽ ആരും ജീവിക്കരുത്. ഇങ്ങനൊരു വീട്ടിലാണല്ലോ വന്ന് ജനിച്ചത്, ഇങ്ങനെ കുടുംബത്തിലേക്കാണല്ലോ കല്യാണം കഴിച്ച് വന്ന് കയറിയത്, ഇങ്ങനത്തെ മക്കളെയാണല്ലോ എനിക്ക് ലഭിച്ചത്, ഈ ഓഫീസിലാണല്ലോ എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നത്, ഈ ജോലിയാണല്ലോ എനിക്ക് കിട്ടിയത്, ഈ നാട്ടിലാണല്ലോ ജനിക്കേണ്ടി വന്നത്. നമുക്കൊന്നും മാറ്റാൻ കഴിയാത്ത കുറെ കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞ് ഖേദങ്ങളിലൊക്കെ ജീവിക്കാം, എന്ന് സങ്കടപ്പെട്ട് ജീവിക്കാം. മുഖത്തെന്നും നിരാശ, മുഖത്തെന്നും ഭാരം, എപ്പോഴും സങ്കടഭാവം, അങ്ങനെ ജീവിക്കാം. ഇതൊക്കെ മാറ്റിയിട്ട് നിരാശയുടെ ഉടയാടകൾ അഴിച്ചു കളഞ്ഞിട്ട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അലങ്കാര വസ്ത്രം ധരിക്കുക. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മുഖഭാവം അണിയുക. ഞാൻ ഇന്നായിരിക്കുന്ന വീടിന് വേണ്ടി സ്തോത്രം, ഇന്നായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി സ്തോത്രം, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്തോത്രം, എൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി. എന്നെ ആരും സ്നേഹിക്കുന്നില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. ദൈവമേ, ഞാൻ നന്ദിയുള്ളവളാണ്, നന്ദിയുള്ളവനാണ്. ഈ ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് യഥാർത്ഥ നിരപ്പ് നമ്മൾ പ്രാപിക്കും. ഈ നിരപ്പ് പ്രാപിക്കാതെ ആരോടൊക്കെ പോയി നിരപ്പ് പ്രാപിച്ചാലും നമുക്കൊരിക്കലും ഒരു റെക്കൺസിലിയേഷൻ കിട്ടത്തില്ല. നമ്മളാദ്യം നമ്മോട് തന്നെ ഒന്ന് നിരക്കുക. നീ നിന്നെ തന്നെ ഇഷ്ടപ്പെട്, എന്നിട്ട് പോയി മറ്റുള്ളവരെ ഇഷ്ടപ്പെട്. നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്കൊരു കോംപ്ലക്സ് ആയിരിക്കും. മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര സൗന്ദര്യമാണ്, കഴിവാണ്, അവരെന്നെ ഇഷ്ടപ്പെടുമോ, അവരെന്നെ ഇഷ്ടപ്പെടാൻ ഇടയാകുമോ, ഈ ചിന്തയിലേക്ക് വരും. നിനക്ക് നിന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ, നിനക്ക് നിന്നെക്കുറിച്ചൊരു നല്ല ഉറപ്പുണ്ടെങ്കിൽ, നീ ആരുടെയും സ്നേഹത്തിന് വേണ്ടി കെഞ്ചത്തൊന്നുമില്ല, നീ ആരുടെയും പരിഗണനയ്ക്ക് വേണ്ടി യാചിക്കത്തൊന്നുമില്ല. നിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നിനക്കൊരു നല്ല ബോധ്യം ഉണ്ടായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയാണ്, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഞാൻ മതിയായവനാണ്, കാരണം എൻ്റെ കൂടെ എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തു ഉണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് കഷ്ടത എവിടെയാണ്, താഴ്ചയിലിരിക്കാൻ അറിയാം, ഉയർച്ചയിലിരിക്കാൻ അറിയാം, സമൃദ്ധിയിലിരിക്കാൻ അറിയാം, ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ അറിയാം, ഏത് സ്ഥലത്തും ജീവിക്കാൻ എനിക്കറിയാം, ഏത് രാജ്യത്ത് പോയാലും ജീവിക്കാൻ അറിയാം, ഏത് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകാനും അറിയാം. നാം നമ്മോട് തന്നെ നിരപ്പാവുക. രണ്ടാമതായി നാം നിരപ്പാകേണ്ടത് നാം മറ്റുള്ളവരോട് നിരപ്പാവുക എന്നുള്ളതാണ്. നാം മറ്റുള്ളവരോട് നിരപ്പാവുക. എന്തുകൊണ്ട് മറ്റുള്ളവരോട് നമുക്ക് നിരപ്പായി തീരേണ്ടത് ആവശ്യമാണ്? കാരണം ദൈവം നമ്മോട് നിരപ്പായതിനാൽ നാം മറ്റുള്ളവരോടും നിരപ്പാകണം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവം നമ്മുടെ കടങ്ങൾ ക്ഷമിച്ചതിനാൽ നാം മറ്റുള്ളവരുടെയും കടങ്ങൾ ക്ഷമിക്കണം. നമ്മളൊന്ന് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ഈ തെറ്റ് വന്നെന്ന് പറഞ്ഞാൽ മതി. ഈ ക്ഷമിക്കാൻ ഒരുക്കമുള്ളൊരു അപ്പനാണ് നമ്മുടെ ദൈവം. അത്രയ്ക്കും നമ്മളോട് ദേഷ്യമില്ല ദൈവത്തിന്. നമ്മളൊന്ന് അനുതപിച്ചാൽ മതി. ഈ കുറവ് വന്നുപോയെന്ന് പറഞ്ഞാൽ മതി.
ആ ദൈവം നമ്മുടെ ഭീമമായ കടങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളോട് തെറ്റ് ചെയ്ത മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് പറ്റാത്തത്? ഇതാണ് നിരപ്പിന്റെ പ്രധാനപ്പെട്ട ചിന്ത. സുബക്കോനോ ശുശ്രൂഷയിൽ വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി 18 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യത്തിന് ദാസന്മാരിൽ നിന്ന് കണക്ക് കേൾക്കുവാൻ മനസ്സ് വെച്ച ഒരു രാജാവിനോട് സദൃശ്യം. അങ്ങനെ കണക്ക് കേട്ടപ്പോഴ് 10,000 കക്രീൻ കടം വാങ്ങിയ കടപ്പെട്ട ഒരു ദാസനെ കണ്ടു. പണ്ട് പറയും, വേഗം നിന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഒരു വകയില്ലെന്ന് പറഞ്ഞു. ഉടനെ കോപിച്ച് അവനെ ദണ്ഡാധികാരികളുടെ അടുക്കേക്ക് വിടാനായിട്ട് പറഞ്ഞു. അവനെ തടവിലാക്കാൻ കൽപ്പിച്ചു. അപ്പം യാചിക്കുകയാണ്, യജമാനനെ എനിക്ക് കടം വീട്ടാനായിട്ടൊരു അവധി തരണമേ എന്ന് പറഞ്ഞ് യാചിച്ചപ്പോൾ അവൻ്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. ഈ കടം ഇളച്ചു കിട്ടിയ മനുഷ്യന് അതിലെ മുമ്പോട്ട് പോകുമ്പം ഒരു കൂട്ടുദാസൻ ഇവനോടൊരു 100 ദീനോറ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേഗം എൻ്റെ ദീനോറ തരാൻ പറഞ്ഞ് എനിക്കൊരു അവധി തരാമോ, എനിക്കൊരു ഇളവ് തരാമോ എന്ന് ചോദിച്ചു. പാടില്ല. തൊണ്ട കയറി പിടിച്ച് അവനെ ദണ്ഡാധികാരികളുടെ അടുക്കലാക്കി കടം വീട്ടുവോളം തടവിലാക്കി. ഇത് കേട്ടുകഴിഞ്ഞ് മറ്റ് സഹദാസന്മാര് കേട്ടുകഴിഞ്ഞ് അവരെ യജമാനോട് പറഞ്ഞു, രാജാവേ, ഇവൻ ചെയ്ത ക്രൂരമായ കാര്യം കണ്ടോ? അവനെ വിളിച്ചിട്ട് രാജാവ് പറയാണ്, ഞാൻ നിന്നോട് നിന്റെ കടമെല്ലാം ഇളച്ചതുകൊണ്ട് നീ നിന്റെ കൂട്ടുകാരനോട് ഒരു കടമൊക്കെയും ഇളക്കേണ്ടതല്ലായിരുന്നോ? ഇത് ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് കടങ്ങളൊക്കെ ഇളക്കണം. നമ്മളെ മുറിവേൽപ്പിച്ചവരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്, സങ്കടപ്പെടുത്തിയവരുണ്ട്, അതികഠിനമായ വേദനകൾ തന്നവരുണ്ട്. കടങ്ങളൊക്കെ നമ്മളൊന്ന് ആത്മാർത്ഥമായി പൊറുത്താൽ ഈ നോമ്പേറെ അനുഗ്രഹപ്രദമായിട്ട് തീരും. ഇതുവരെയും ക്ഷമിക്കാത്ത ആരെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ വിദ്വേഷം വെച്ചോണ്ട് നമ്മൾ ആരും മരിക്കരുത്. ആ വിദ്വേഷം വെച്ചോണ്ട് ഈ ലോകത്ത് നമ്മൾ പോകരുത്. പരിപൂർണമായി ക്ഷമിക്കാൻ നമുക്ക് ഇടയാകണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ചതാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പം അത് വേറെ കണ്ടീഷനാണ്. നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചാൽ ദൈവം നിങ്ങളുടെയും കടങ്ങളും പാപങ്ങളും ക്ഷമിക്കും. ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ്. ദൈവം എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ചതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ കടങ്ങൾ ക്ഷമിക്കണം. രണ്ടാമതായി, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവം എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരസ്പരം നിരപ്പാകാം എന്ന് പറയും. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഇങ്ങനെയാണ്. 1 യോഹന്നാൻ 4-ന്റെ 11-ാം വാക്യം, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകും. യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. ദൈവം നമ്മളെ പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം കുറ്റക്കാരായിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഇങ്ങനെ ആഴമായി സ്നേഹിച്ചെങ്കിൽ നമ്മളും അന്യോന്യം സ്നേഹിക്കേണ്ടതാകും. ഈ നിരപ്പിലേക്ക് നമുക്ക് വരാം. വീട്ടിലുള്ളവരോടെങ്കിലും നിരപ്പാകാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഭവനത്തിലുള്ളവരോടെങ്കിലും നിരപ്പാകാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സഹോദരങ്ങളോട് നിരപ്പാകാൻ പറ്റുന്നുണ്ടോ? ബന്ധുക്കളോട്, ചാർച്ചക്കാരോട് നിരപ്പാകാൻ പറ്റുന്നുണ്ടോ? ഈ നിരപ്പാകാതെ ഇങ്ങോട്ട് വരണ്ടെന്നാണ് ദൈവം പറഞ്ഞത്. അവിടെ ദൈവത്തിന് വഴിപാട് അർപ്പിക്കാൻ വന്നതാ ഒരുത്തൻ. വഴിപാട് വസ്തുക്കൾ വിലയേറിയതായിരുന്നു. വിലയേറിയ വഴിപാട് വസ്തുക്കളുമായി ദേവാലയത്തിൽ വന്ന് വഴിപാട് അർപ്പിക്കാൻ വന്നപ്പം ദൈവം പറയാം, അതവിടെ വെച്ചേര്, എനിക്ക് ധൃതിയൊന്നുമില്ല. ഈ വഴിപാടെല്ലാം കൂടെ കിട്ടിയിട്ട് എനിക്ക് ധൃതിയൊന്നുമില്ല. നീ ആദ്യം പോയി എന്താണ് നിന്റെ സഹോദരനോട് നിരക്കാൻ പറഞ്ഞു. സഹോദരനോട് നിരന്നിട്ട് വന്ന് എന്നോട് നിരപ്പായാൽ മതിയെന്ന് പറഞ്ഞു. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ്. ഇതാണ് ഏറ്റവും അടിസ്ഥാന പ്രമാണം. നമ്മൾ പരസ്പരം നിരപ്പാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ അവിടേക്ക് ഇറങ്ങി വരുന്നത്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വീട്ടിലോട്ട് വരുന്നത്.
ഒരു കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളും ഒത്തൊരുമിച്ച് ഒന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ കരുണ വീട്ടിലോട്ട് ഇറങ്ങി വരുന്നത്. ഇവിടെയാണ് ദൈവാനുഗ്രഹം കിട്ടാൻ വേറൊന്നും പോകേണ്ടതൊന്നുമില്ല. ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ നിരപ്പിന്റെ ഒരു ഭവനം പണിയണം, അനുരഞ്ജനത്തിന്റെ വീട് കെട്ടിപ്പൊക്കണം, സ്നേഹത്തിന്റെ വീട് ഉണ്ടാകണം. ഏലിയാവ് ദൈവത്തിന് യാഗപീഠം പണിത് നമുക്ക് അറിയാമല്ലോ. ഏലിയാവും ഒരു വശത്ത് ഏലിയാവും മറുവശത്ത് ബാലിന്റെ പ്രവാചകന്മാരും. ഏലിയാവ് യാഗപീഠം പണിയാൻ വന്നപ്പം യാഗപീഠം ഇളകി പൊളിഞ്ഞു കിടക്കുക. ഏലിയ 12 കല്ലുകൾ എടുത്ത് യാഗപീഠം പണിതെന്നാ വായിക്കുന്നു. എന്താണ് ഈ 12 കല്ലെന്നറിയാമോ? അത് ഗോത്ര പിതാക്കന്മാരുടെ സംഖ്യയാണ്. ഏലിയ ഇപ്പോൾ നിൽക്കുന്ന രാജ്യത്തിന്റെ പേര് ഇസ്രയേൽ. ഇസ്രയേലിൽ 10 ഗോത്രങ്ങളെ ഉള്ളൂ. ബാക്കി 2 ഗോത്രങ്ങൾ ഭിന്നിച്ച് അപ്പുറത്ത് യഹൂദ എന്ന രാജ്യം ഉണ്ടായിരിക്കും. യഹൂദ രാജ്യത്തിലാണ് 2 ഗോത്രങ്ങൾ. ആ ഗോത്രങ്ങളാണ് യഹൂദായും ബെന്യാമീനും. ഇപ്പുറത്ത് ഏലിയാവ് നിൽക്കുന്ന രാജ്യത്ത് ഇപ്പം ബാക്കി 10 ഗോത്രങ്ങളെ ഉള്ളൂ. ഏലിയാന് വേണമെങ്കിൽ 2 പേര് പോയതല്ലേ, പിണങ്ങിപ്പോയതല്ലേ, അവര് വേണ്ട എന്ന് പറഞ്ഞ് 10 കല്ലുകൊണ്ട് ബലിപീഠം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഏലിയാവിനറിയാം 10 കൊണ്ട് പറ്റത്തില്ല. കാരണം സഹോദരന്മാര് നിരന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കരുണ വീട്ടിലോട്ട് വരത്തുള്ളൂ. പിണങ്ങി ഭിന്നിച്ചിരിക്കുന്ന വീട്ടിൽ ഒരു കരുണയും വരത്തില്ല. പരസ്പരം പോരടിക്കുന്ന കുടുംബങ്ങൾ ഒരു കരുണയും വരത്തില്ല. ദൈവത്തിന്റെ സ്നേഹം വരേണ്ടതിന്, അവിടെ കരുണ വരേണ്ടതിന് ആ വീട് ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. നമുക്ക് പരസ്പരം രമ്യമാകാം. ഇതാണ് അനുരഞ്ജനത്തിന്റെ ഏറ്റവും വെല്ലുവിളി. സഹോദരന്മാരെ, നമുക്ക് പരസ്പരം രമ്യമാകാം. വീടുകൾ തോറും നടന്ന് ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരന്റെ കഥ വായിച്ചിട്ടുണ്ട്. ഈ കച്ചവടക്കാരൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പം വീട്ടുകാർ, അവിടെയുള്ള ആളുകളല്ലേ ഇയാളെ അങ്ങ് പറ്റിക്കും. അയാൾ പറയുന്ന വിലയേക്കാളൊക്കെ ചെറിയ വില ബാർഗെയിൻ ചെയ്ത് ചെറിയ വില മേടിച്ച് ഇയാളെ പറ്റിക്കും. കണക്കൊക്കെ നോക്കുമ്പോൾ ഇയാൾക്കങ്ങ് നഷ്ടമാണ്. എന്നാൽ ഇയാൾ പറയും, അവരെന്നെ കബളിപ്പിച്ചെങ്കിൽ അവർക്ക് അതിൻ്റെതായൊരു കാരണം കാണും. ദൈവമേ, അവരോട് ഞാൻ അങ്ങ് ക്ഷമിക്കുന്നെന്ന് പറയും. ഒടുവില് ഇയാൾ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിലാണ് ചെന്നത്. അപ്പൊ ദൈവം ഇയാളെ കണ്ടങ്ങ് എഴുന്നേറ്റെന്നാ പറയുന്നു. ദൈവത്തോട് മുമ്പിൽ ഇയാൾ നിൽക്കും. ഞാൻ എങ്ങനെ സ്വർഗത്തിൽ വന്ന അയാൾ ചോദിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ വരാൻ യോഗ്യതയില്ലല്ലോ, പിന്നെന്തിനാ വന്നെന്ന് അയാൾ ചോദിക്കുന്നു. ദൈവം പറയാണ്, മോനെ, നീ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആരെയും വിധിച്ചില്ല. നിന്നെ കബളിപ്പിച്ചവരും നിന്നേക്ക് നഷ്ടം വരുത്തിയതൊക്കെ ഉണ്ട്. നീ എന്താ അവരെ കുറിച്ച് പറഞ്ഞത്? അവർക്കൊരു കാരണം കാണും, അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ കളിപ്പിച്ചതെന്നാ പറഞ്ഞു. അല്ലാതെ നീ അവരെ ആരെയും വിധിച്ചില്ല. ആരെയും വിധിക്കാത്ത നിന്നെ ഞാൻ എങ്ങനെയാടാ വിധിക്കുന്നത്? ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആരെയും വിധിക്കാത്ത നിന്നെ ഞാൻ എങ്ങനെ വിധിക്കുമെന്ന്? വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്ക് വിധി ഉണ്ടാകത്തില്ല. എത്ര ശക്തമാണ് ആ വചനം. നമ്മൾ ആരെയും വിധിക്കാതിരുന്നാൽ മതി, നമുക്ക് ന്യായവിധി ഉണ്ടാകത്തില്ലെന്ന്. നമ്മൾ ആരെയും കുറ്റം പറയാതിരുന്നാൽ മതി. അവൾ അങ്ങനെ, അവൻ ഇങ്ങനെ എന്ന് പറയാതിരുന്ന വെച്ചാൽ മതി. ഞാനിങ്ങനെ, ഞാൻ വലിയ ആളാണ്, അവരങ്ങനാണ്, ഇവരങ്ങനാണെന്ന് പറയരുത്. ഞാൻ കുറവുള്ളവനാ സമ്മതിക്കുക. അതിൻ്റെ കൂടെ മറ്റുള്ളവരെ നമ്മൾ വിധിക്കേണ്ട. അതിന് കാരണം കാണും. ആ സ്ത്രീ എങ്ങനെ ജീവിക്കുന്നതിന് കാരണം കാണും. അവരെങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് കാരണം കാണും. നിങ്ങൾ ആരെയും വിധിക്കരുത്, നിങ്ങൾക്ക് വിധി ഉണ്ടാകത്തില്ല എന്ന് യേശു പറയാം. ഇപ്പൊ രണ്ടാമത്തെ അനുരഞ്ജനം നമ്മൾ തമ്മിൽ ഉള്ള അനുരഞ്ജനത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ അനുരഞ്ജനത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം. അതാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അനുരഞ്ജനം ദൈവത്തോടുള്ള അനുരഞ്ജനം. വരുവീൻ നമുക്ക് രമ്യപ്പെടാം. ദൈവം വിളിക്കുകയാണ്, വരുവീൻ നമുക്ക് രമ്യപ്പെടാം. ദൈവം ഇങ്ങനെ പിതാവിനെ പോലെ കാത്തിരിക്കുക. വീട് വിട്ടുപോയ മുടിയനായ പുത്രൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുക അപ്പൻ. നമ്മുടെ വിചാരം എന്തോ അറിയാമോ? ദൈവം നമ്മുടെ പിണങ്ങിയിരിക്കുക, നമ്മളെല്ലാം വെറുത്തിരിക്കുക, വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മളെ ഓടിക്കുമെന്നൊക്കെ പേടിച്ചാ നമ്മൾ ഇരിക്കുന്നു. പക്ഷെ പറയാണ്, പിതാവ് ഇങ്ങനെ കാത്തിരിക്കുക. വീട് വിട്ടുപോയ ആ ശല്യക്കാരൻ മോനെ, പാപിയായ മോനെ തേടി അപ്പൻ ഇങ്ങനെ വീട്ടുപടിക്കൽ ഇങ്ങനെ കാത്തിരിക്കുക. മടങ്ങി വാ, വരുവീൻ നമുക്ക് രമ്യമാകാം.
വരുവീൻ, നമുക്ക് സ്നേഹത്തിലാകാം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ ദൈവം വിളിക്കും. ദൈവം എത്ര കരുണയുള്ള പിതാവാണ്. രമ്യമാകുവാനായി ദൈവം നമ്മളെ വിളിക്കുക. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്ക് തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പം ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി വായിക്കുന്നുണ്ട്. റോമർ 5:6 മുതലുള്ള വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നമ്മൾ ആരായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്? ബലഹീനര്. രണ്ടാമത് അഭക്തര്. ഈ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി വന്ന ദൈവമല്ലിത്. ശക്തിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന ദൈവമല്ലിത്. അഭക്തന്മാർക്ക് വേണ്ടി, ഒരു ഭക്തിയും ഇല്ലാത്തവർക്ക് വേണ്ടി മരിച്ചെന്ന്. പിന്നെ വായിക്കുന്ന 5-ാം അധ്യായം 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കും. നമ്മൾ പാപികളായിരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്. നല്ലവരായിരിക്കുമ്പോഴല്ല, പുണ്യവാന്മാരായിരിക്കുമ്പോഴല്ല, പാപികളായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. 5-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ്: ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നെങ്കിൽ നിരന്ന ശേഷം എത്ര അധികമായി നാം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് നിരപ്പ് വന്നെങ്കിൽ, നമ്മൾ നിരന്ന് കഴിഞ്ഞാൽ എത്ര വലിയ കൃപ കിട്ടുമെന്നറിയാമോ? നിരപ്പാകുവീൻ. ദൈവം നമ്മെ വിളിക്കുകയാണ്. നിരപ്പാകുവീൻ എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഒരു വീട്ടിൽ അപ്പനും മോനും, ഒരപ്പനും അമ്മയും ഒരു മോനുമുണ്ട്. എന്ന് ഈ അപ്പനും മോനും തമ്മിൽ എന്നും വഴക്കാം. അവർ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. അമ്മയ്ക്ക് വലിയ സങ്കടമായത്. വലിയ സങ്കടമാണ്. ഈ അപ്പനും മോനും കൂടെ ഒന്നും വഴക്കുണ്ടാകും. ഒരു ദിവസം ഈ മോന് വഴക്കടിച്ചിട്ട് വീട് വിട്ടിറങ്ങി അങ്ങ് പോയി. അപ്പന് വലിയ വിഷമമൊന്നുമില്ല, പക്ഷെ അമ്മയ്ക്ക് വിഷമമായി. അമ്മ അന്ന് മുതൽ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ഒടുവിൽ രോഗിയായി കട്ടിലെ തന്നെ കിടപ്പായി. അമ്മയുടെ അവസാന ഒരു ആഗ്രഹം പറയും, എൻ്റെ മോനെ ഒന്ന് കാണണം, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം. ഒടുവിൽ ഒരു ഗത്യന്തരവും ഇല്ലാതെ അപ്പന് പത്രത്തിൽ പരസ്യം ചെയ്തു, അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട്, മോനെ നിന്റെ അമ്മ രോഗക്കിടക്കയിലാണ്, നിന്നെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു, നീ വേഗം വരണമെന്ന് പറഞ്ഞു. അവൻ ഏതോ ഒരു കടയിൽ, ചായക്കടയിൽ ജോലി ചെയ്യുക. അവിടെയാണ് അറിയാതെ ഈ പത്രം നോക്കിയപ്പോഴാണ് അമ്മയുടെ ഫോട്ടോ കണ്ടത്. അവൻ അമ്മയോട് വലിയ സ്നേഹമാണ്. അമ്മയുടെ ഫോട്ടോ, മോനെ അമ്മ രോഗിയായി കട്ടിലിൽ കിടക്കുകയാണ്, നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അവൻ വേഗം അവിടുത്തെ കടയുടെ യജമാനന്റെ അടുത്ത് നിന്ന് പണമൊക്കെ മേടിച്ച് അവൻ വീട്ടിലേക്ക് വരികയാണ്. വീടടുക്കാറായപ്പോഴേ വീടിനടുത്തൊക്കെ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. കാരണം അമ്മ മരണക്കിടക്കയില്ല. വീട്ടിലേക്ക് ഓടിച്ചെന്നു. അമ്മ എന്ന് പറയും, ഓടിച്ചെന്നു. കട്ടിലേക്ക് കിടക്കുന്ന അമ്മ പെയ്യ കണ്ണുകൾ തുറന്നു തന്നെ മോനെ നോക്കി. ആ മോന്റെ വലകൈയിൽ ഇങ്ങനെ പിടിച്ചു, കയ്യിലിങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് അമ്മ മറ്റേ കൈയൊന്ന് നീട്ടുകയാണ്. ആർക്കോ വേണ്ടി നീട്ടുകയാണ്. അമ്മയുടെ അനീത്യമാരൊക്കെ വന്ന് ആ കയ്യിലൊക്കെ പിടിച്ചു. പലരും വന്ന് കയ്യെ പിടിച്ചു, ആ കൈയൊക്കെ തട്ടി മാറ്റി. അവൾ വേറെ ആർക്കോ വേണ്ടി മറ്റേ കൈ നീട്ടുകയാണ്. ആ നീട്ടിയ കയ്യിൽ വന്ന് ഭർത്താവ് കയറി വന്ന് പിടിച്ചു. ഒരു കൈയിൽ മകനെയും മറ്റേ കൈ കൊണ്ട് ഭർത്താവിനെയും പിടിച്ച് ഈ രണ്ട് കൈകൾ കൂടെ കൂട്ടി പിടിപ്പിച്ചു അമ്മ. അത് കഴിഞ്ഞ് അമ്മയുടെ കൈ താഴേക്ക് വീണു. ബലഹീനമായ കൈ താഴേക്ക് വീണ് അവൾ ഈ ലോകം വിട്ടുപോയി. അവൾ ലോകം വിടുമ്പോൾ രണ്ടുപേര് കൈകൾ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് അപ്പനും മകനും തമ്മിലാണ്. അവിടെ വന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളെ തമ്മിൽ രമ്യമാക്കാൻ വേണ്ടിയാണ് ഈ അമ്മ മരിച്ചതെന്ന്, നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അമ്മ മരിച്ചതെന്ന്. നമ്മയും പിതാവാൻ ദൈവവുമായി നമ്മെ രമ്യപ്പെടുത്താൻ വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. നമുക്ക് ആ നിരപ്പിലേക്ക് കടന്നു വരാം. 3 നിരപ്പുകൾ. നാം നമ്മോട് തന്നെ നിരപ്പാവുക, പരസ്പരം നിരപ്പാവുക, പിതാവാൻ ദൈവത്തോട് രമ്യപ്പെടുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തും.